कोई बोले मुझे आजा आजा हैंडसम बी लव ये बी लव ये कोई बोले मुझे हेलो हेलो सन सन कोई बोले तू जितना है बड़ा सबसे बोलूंगी एक बार ആ ഇങ്ങനെ പാട്ടും പാടി കട്ടിൽ കിടന്നോ? എന്താടി നിങ്ങൾ ഇവിടെ നടക്കണെന്ന് അറിയില്ലേ? പിന്നെ അറിയാൻ പറ്റിയ കാര്യങ്ങൾ അപ്പച്ചിയോട് ഭയങ്കര കലിപ്പെന്ന്. അത് ശരി. അപ്പച്ചിയോട് കലിപ്പെന്ന് എന്തിപ്പോ കാര്യം? നിങ്ങൾ എന്നാ കാര്യം? ഞാൻ എന്ത് ചെയ്ത്? നിങ്ങൾ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. അവിടെ മണിക്കൂടെ മാമന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അത് ഞാൻ എന്ത് ചെയ്യേ? നിങ്ങളും കൂടെ കൂട്ടു നിന്നിട്ടാണ് കല്യാണം കഴിഞ്ഞേന്ന്. അത് കൊള്ളാം. ഞാൻ അവിടെ എല്ലാരും കൂടെ ഇരുന്ന പിന്നെ ഞാൻ കൂട്ടുകൂടാൻ പോയില്ലല്ലോ. നിങ്ങൾ എല്ലാരും കൂടെ നേരത്തെ പ്ലാൻ ചെയ്തെന്നാണ് അപ്പച്ചി പറയണേ. മനസ്സിലായ? ഈ നിങ്ങൾ എല്ലാരും കൂടെ വന്നിട്ട് അതിനകത്ത് നീ വിടൂലേ? ഞാൻ വിടൂല. അത് കൊള്ളാം. അത് നല്ല കളി. മണിക്കൂട്ടനെ പ്രേമം ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും? എല്ലാവർക്കും നിനക്കും എനിക്ക് അറിയാമല്ലോ. നമുക്കറിയാം. അപ്പൊ പ്രശ്നം വന്നപ്പോ എന്തായാലും മാത്രം അങ്ങനെ അത് അങ്ങനെയല്ലേ വരുള്ളൂ. എന്തായാലും ഞാൻ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അല്ല നിങ്ങൾ കരുതിയിരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അവൾ ഇപ്പോഴും അത് വിട്ടില്ലേ? ഇല്ലെന്ന്. ഞാൻ എന്ത് ചെയ്തടി? ഞാൻ എന്ത് ചെയ്ത്? അങ്ങനെ കെട്ടാൻ തന്നപ്പോ അങ്ങനെ പ്രാമിച്ച പെണ്ണിനെ പോയി കിട്ടി. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? എന്റെ അടുത്ത് കളിപ്പാണിക്കേണ്ട കാര്യം എന്ത്? എനിക്ക് നിങ്ങളെ കണ്ടിട്ടേ നിങ്ങൾക്കും കൂടെ അതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് നിനക്ക് തോന്നണല്ലേ? എനിക്ക് തോന്നുന്നു. നീ ആള് കൊള്ളാടി. നീ കൂടെ നിൽക്കുകയും കുതുകാലി വട്ടം ചെയ്യണ ഒരുത്തിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഇറങ്ങും ഇറങ്ങ എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങും. ഞാൻ ഇനി എന്ത് ചെയ്യും? ജാഗ്രത. മനസ്സിലായോ? ജാഗ്രത. കാല് ഓടിച്ചു മനുഷ്യന്റെ. ഓട്ടങ്ങളെ വിഷമിക്കണ്ട. എന്തായാലും പെട്ട്. നീ അങ്ങോട്ട് പോവേ ചെയ്യല്ലോ കേട്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഊരിക്കോളാം. അങ്ങളെ അങ്ങോട്ടൊന്നും പോണ്ട. മൊന്തം ഒന്ന് തലക്കിരിക്കും. തിരുത്തൽ ശക്തിയായി CPI തുടരും. കാലം രാജേന്ദ്രൻ. കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യം ആവശ്യപ്പെടുന്നു. അപ്പോ ഇവിടെ നടക്കുന്ന കാര്യം വല്ല അറിയണുണ്ടോ? അപ്പോ എന്ത്? അപ്പച്ചിയുടെ കാര്യം ഒന്നും പറയണ്ട. ഞാനേ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി. അപ്പൊ അപ്പച്ചിയുടെ മുഖം കടന്തല് കുത്തിയ പോലെ ഇരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ചി എന്തു പറ്റി? ഉടനെ 4 ചാട്ട എന്റെ അടുത്തോട്ട്. എന്തിന്? അപ്പച്ചിക്ക് ഇവിടെ ആരും പരിഗണന കൊടുക്കുന്നില്ല. അപ്പച്ചി ഒരു മൈൻഡ് ഇല്ല. അപ്പച്ചിയെ മാത്രം ഒറ്റപ്പെടുത്തണ്. മണിക്കുട്ട മാമന്റെ കല്യാണം നമ്മൾ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയതാണ്. അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനൊന്നുമില്ലായിരുന്നു. അവന്റെ കല്യാണം നടത്താൻ ഞാനൊന്നുമില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടായിരുന്ന നമ്മളെന്ന് പറഞ്ഞതിന് അങ്ങനെയാണ് അപ്പച്ചി പറയണേ. ഇവക്ക് എന്തായിരുന്നു ഇതൊക്കെ? എനിക്കറിഞ്ഞൂടെ. നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ? അതാണ് നല്ലത്. ഇപ്പൊ അങ്ങനെയല്ലേ? കൊള്ളാം. അല്ലേലും എവിടെ ഉത്സവം നടന്നാലും ചെണ്ടയ്ക്കാണല്ലോ അടി. ആ അവസ്ഥയാണ് എനിക്ക്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ നെഞ്ചത്താ. ഓ ശരി. ആക്കു, ഗുഡ് മോർണിംഗ്. ചായ. സത്യം പറഞ്ഞാലേ ഒരു കാര്യം പറഞ്ഞ ഞാൻ കള്ളം പറയാണോ എന്ന് ശ്രീക്കു വിചാരിക്കൂ? ഇല്ല, പറഞ്ഞോ. നീ സുന്ദരിയാണ് കേട്ടോ. സത്യം. ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നാണം വരുന്നു. അയ്യേ, അതല്ല പറഞ്ഞത്. എനിക്ക് നാണം വരുന്നു ഇങ്ങനെയൊക്കെ പറയല്ലേ. നിന്റെ സൗന്ദര്യമാ എന്നെ വീഴ്ത്തി കളഞ്ഞത്. സത്യം സത്യം. അതിലൊക്കെ പാകാണോ? കുറച്ചേ ഇട്ടിട്ടുള്ളൂ. സത്യം പറയാനുണ്ടല്ലോ, ഇത്രയും മനോഹരമായ ഒരു ചായ ഞാൻ ജീവിതത്തിൽ. ഗുഡ് മോർണിംഗ്.
കൊച്ചുവർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? അടിപൊളി. 2 ചായ ഉണ്ടെന്നാ ഞാൻ ഒരു നേരത്തെ അറിയായിരുന്നു. അല്ലല്ല അല്ല അവൾ എനിക്കൊരു ചായ ഉണ്ടെന്നാ കൂട്ടത്തിൽ അവക്ക് കുടിക്കാനൊരു ചായ ഉണ്ട്. അതെ എന്നാ പിന്നെ എനിക്ക് വേണ്ടായിരുന്നു. കുടിച്ചോ? എന്നാ കുടിക്കല്ലേ. ഞാൻ വേറെ ഇട്ട് കുടിച്ചോളാം. അയ്യോ അയ്യോ കളാമോ? നല്ല കൈപുണ്യമുള്ള ഭാര്യയാണല്ലോ അണ്ണാമന്റെ. സൂപ്പർ. അല്ലെങ്കിൽ എനിക്കറിയാം ചേച്ചി ഒരു നമ്മളെ ചെമ്മീൻ തീയല് 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 എവള് പെയിങ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് അത് ഞാൻ അയ്യോ തീയലെന്നൊക്കെ പറഞ്ഞ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചായ ഒക്കെ കുടിച്ചാ? പിന്നെ ഇതാർക്ക്? അല്ലേ അല്ല ഞാനേ മാക്കൂന് ചായ കൊണ്ടുവന്നു. എനിക്കും കൂടെ കൊണ്ടുവന്നു. അല്ലല്ല എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്നപ്പോ രാമൻ വന്നപ്പോ കൊടുത്തെന്ന് മാത്രം. അതാണ് രാവിലെ സാധാരണ എഴുന്നേറ്റ ഉടനെ അടുക്കളയിലോട്ട് വരും ചിന്നു ചായ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് കണ്ടില്ല. അതിനിപ്പോ എന്താ ചായയും കൂടെ വാങ്ങിച്ചു കുടിച്ചാ പോരെ. അതെന്താന്നാലും എനിക്ക് കൊച്ചുകൂടെ പോലെ അസൂയുണ്ടാ. നിങ്ങൾ ചായ കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കുടിച്ചോളാം. അതും അതെ അങ്ങനെ ഇപ്പൊ ആരും ബുദ്ധിമുട്ട് കുടിക്കണ്ടേ. അയ്യോ അതെന്താ അങ്ങനെ പറയണേ? അല്ലട്ടാ ഞാൻ കുടിക്കാം. ഞാൻ കുടിച്ചില്ലല്ലോ. വേണോ ചായ? ഞാൻ കുടിച്ചോളാം. ഞാൻ കൊടുത്തോളാം. ഇടയ്ക്ക് വന്ന് എന്തുവാണ് ചാണ്? ഞാൻ പിന്നെ ഇതുവഴി പോയപ്പോഴേ ഇവര് കൈ കാണിച്ച് വിളിച്ചു. ഞാൻ കൈ കാണിച്ച് വിളിച്ചു. എന്തോ ചേട്ടാ പറയണേ? അല്ല എന്താ ഇപ്പൊ പ്രശ്നം? എന്താ ഇത്? എന്താ മനസ്സിലാകുന്നില്ല. അല്ല ചേട്ടൻ എന്തോന്ന് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇടയ്ക്കിരുന്ന്? അല്ല അത് ഇപ്പൊ ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് വന്നപ്പോ ഞങ്ങള് വെറുതെ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലേ ചേട്ടൻ ഇങ്ങനെ നിക്കണത്? ചിന്നൂന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്താ പ്രശ്നം? ചേട്ടാ നാത്തോട്ട് വാ. എന്തിന്? വാ ചേട്ടാ. നീ എന്തിനൊക്കെ ഞാൻ പറയണോ? എന്നാ പിന്നെ രാമൻ അങ്ങോട്ട് ചെല്ല്. എടാ അവളെ നന്നായിട്ട് ചൂടായി പോയിരിക്കുക. നീ ചെന്നൊന്ന് തണുപ്പിക്ക. ഉറപ്പാണ്? ഉറപ്പ്. നിങ്ങളിങ്ങനെ ഓരോന്ന് പറയാതെ ചെയ്യണോണ്ടാണ് കേട്ടോ. എന്റെ കാര്യത്തിലൊന്നും അല്ല അവള് പിണങ്ങണത്. കാരണം എന്തോന്ന് ശരി യവനൊക്കെ എവിടുന്ന് കയറി വരുന്നു? നമ്മളാ കാരണമൊന്നും. സത്യത്തിൽ ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. മാക്കു ചായ കുടിക്കും. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇരുന്നു സത്യം പറഞ്ഞാല് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ കള്ളം പറയാന്ന് വിചാരിക്കോ? ഇനി എന്നെ പുകഴ്ത്തരുത്. നീ ഭയങ്കര സുന്ദരിയാ. അവിടുന്ന് ഒരു തവണയും കൂടെ പറയട്ടെ. ഇനി വേണ്ട. സൂര്യവണയും കൂടെ നീ ഭയങ്കര സുന്ദരിയാ. ഒരു തവണ കൂടെ. ഇതിലും ഭേദം നിങ്ങളുടെ കളരിയാ. ചിന്നു സാമ്പാറാണോ? ഇങ്ങനെ മനസ്സിലായി? അല്ല മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ തിളയ്ക്കുമ്പോഴുള്ളൊരു വാസന വരുമല്ലോ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എൻ്റെ പൊന്ന് ശ്രീകുട്ടി, ഞാൻ ഇന്നലെ ഒന്നുമല്ല സാമ്പാർ വെക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇവിടെ ഇത്രയും നാളായിട്ട് ഞാൻ അല്ലേ വെച്ചോണ്ടിരിക്കുന്നത്. അതൊന്ന് രുചിച്ചു പോലും നോക്കാതെ എങ്ങനെ കുറവാണ് കൂടുതലാണൊക്കെ പറയണേ? അതല്ല, അത് ഞാനും ഇപ്പൊ സാമ്പാറൊക്കെ വെക്കുന്നതാണല്ലോ, അപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. എന്തിന്? അല്ല ഞാൻ ഒന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി തരാം. ശ്രീകുട്ടിയുടെ ഉദ്ദേശം എന്തോന്ന്? വന്ന് കയറിയോണ്ട് എന്നെ അങ്ങ് പുറത്താക്കാം അടുക്കളയെന്ന്? അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ എങ്ങനെയാ ഉദ്ദേശിച്ചത്? അല്ല ഒരു അഭിപ്രായം പറയാലോ. അനവസരത്തിൽ അഭിപ്രായം പറയുന്നത് മോശമല്ലേ ശ്രീകുട്ടി? അതല്ല, ചിന്നൂന് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കേടുള്ള പോലെ എനിക്കിങ്ങനെ തോന്നുന്നു. അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. അല്ല ഒരുമാതിരി കുത്തി സംസാരവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ശ്രീകുട്ടി ഇങ്ങോട്ട് നോക്ക്, എനിക്ക് കുത്തി സംസാരിച്ചൊന്നും ശീലമൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി അങ്ങ് പറയും. ഞാനും മുഖത്ത് നോക്കി പറഞ്ഞാ ശീലം. അതാ നല്ലത്. എന്റെ ജോലി എന്താന്നറിയാലോ അല്ലേ? എന്താ ജോലി? SI ആണ്. അയ്യോ എനിക്ക് പേടി തോന്നണില്ല ശ്രീകുട്ടി. SIയും പോലീസും ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി, വീട്ടിലെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പോലീസുകാരെ പുച്ഛമാണെന്ന് ഞാൻ പറഞ്ഞോ? ഈ വീട്ടിലെടുക്കണ്ടെന്നേ പറഞ്ഞോളൂ. അല്ല ഞാനതിന് പോലീസ് എന്ന് പറയുന്നത് ഇവിടെ എടുത്തില്ലല്ലോ. അയ്യോ എടുക്കാൻ ഇങ്ങോട്ട് വന്നു നോക്ക ശ്രീകുട്ടി, ഞാൻ അങ്ങ് നിന്ന് തരാം.
അല്ല അതെന്താ അങ്ങനത്തെ വർത്താനം പറയുന്നേ? പിന്നെ ഇങ്ങനത്തെ വർത്താനം പറയുമ്പോ ഞാൻ പിന്നെ എങ്ങനത്തെ വർത്താനം പറയണം? അല്ലെ സാമ്പാറിൽ ഇച്ചിരി മല്ലിപ്പൊടി കൂടിപ്പോയെന്ന് പറഞ്ഞാണോ അത്ര വലിയ തെറ്റ്? അത് തെറ്റാണ്. രുചിച്ചു പോലും നോക്കാതെ എങ്ങനെ അങ്ങനെ പറയണത്? അങ്ങനെ അഭിപ്രായം അങ്ങനെ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൂടല്ലോ. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ലെന്നൊന്നും വിചാരിക്കണ്ട. മനസ്സിലാവാതിരിക്കാൻ ശ്രീകുട്ടി പൊട്ടിയൊന്നുമല്ലല്ലോ. അത് ഓർമ്മ വേണം. ഓ എന്തുവാടെ പ്രശ്നം? ഓ തമ്പുരാട്ടി എഴുന്നള്ളിയോ? നിന്നെ ഇപ്പൊ ആരാടി ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരെങ്കിലും ക്ഷണിച്ചോ? ആവശ്യമില്ലാതെ വലിഞ്ഞേറി വന്നോളൂ ഒരഭിപ്രായം പറയാനായിട്ട്. അതെ, ആവശ്യമില്ലാതെ വലിഞ്ഞേറി വന്നു എന്ന് എന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഞാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത്? ഡേ എനിക്ക് ആരെങ്കിലും ഉദ്ദേശിച്ചാലേ അങ്ങ് മുഖത്തോക്കി സംസാരിക്കാൻ എനിക്കറിയാം. എനിക്ക് വളഞ്ഞ വഴിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. കേട്ടേ പിങ്കി? ഈ ഒരുമാതിരി കുത്തിയാക്കി സംസാരിക്കേണ്ടെന്നൊന്ന് പറഞ്ഞേ കേട്ടോ. അയ്യോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ചെവി കേട്ടൂടെ? എനിക്ക് എന്താ രൂപമില്ലേ? എന്നെ നോക്കി അങ്ങ് സംസാരിക്കാല്ല. നിന്നെ നോക്കി സംസാരിക്കണം എന്തിന്? ഇവിടെ എല്ലാവർക്കും ചെവിക്ക് വല്ല കേൾവിക്കുറവുണ്ടോ? ഇത്ര ഒച്ചത്തിൽ കിടന്ന് സംസാരിച്ച് കൂന്നെന്തിനാ? എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ സംസാരിക്കുള്ളൂ കേട്ടാ. ഇങ്ങനെ സൗകര്യമുള്ള സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ഉത്തരവ് പറയും. നീ പറ പിങ്കി, ഞാൻ കേക്കട്ടെ. നിനക്കെന്താ ഒന്നും പറയാനില്ലേ? ഇവിടെ എന്തെങ്കിലും ബഹളം വർഷാപ്പെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഈ വീട്ടിൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ മാമ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ചെന്നുവിനെ എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്ക് കുറെ നേരമായിട്ട് മനസ്സിലാവുക. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങളുടെ രണ്ടുപേരുടെ മൂക്കിൽ കൂടെ പല്ല് മുളച്ചു. ഇതിനിപ്പോ കൊട്ടി ഘോഷിച്ചു വേണോ ഞങ്ങൾ കല്യാണം കഴിക്കാൻ? ഞങ്ങളൊരു കല്യാണം കഴിച്ചാണോ ഇത്ര വലിയ തെറ്റായി പോയത്? എന്തൊരു പാടാണോ. ഇനി എന്റെ അടുത്ത് വല്ല പറയാൻ വന്നാല് എന്റെ തനി സ്വഭാവം അറിയാമോ? ഈ മാമി അപ്പച്ചി ഇത് ഇങ്ങനെയായി നമ്മളെന്തോ നീയപ്പോ? എന്തൊരു വഴക്ക്, മുഖത്തോട് മുഖം മോശപ്പെടാ വഴക്ക് തന്നെ. എനിക്കറിഞ്ഞൂടെ മക്കളെ, ഇനി ഒരു ഒത്തീർപ്പുണ്ടാക്കാൻ ഇപ്പൊ വലിയ വഴിയും ഉണ്ടാവും നമുക്ക്. നോക്ക് എന്റെ ഒരു ഐഡിയ ഉണ്ട്. കൂടെ നിക്കോ? അപ്പം കൂടെ കൈവിടെ. ശരി, മക്കളെ പോവാ. എന്റെ ശ്രീകു, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാതെ. അവള് നിന്നെ ചുമ്മാ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ്ട് പറഞ്ഞെന്ന് വെച്ച്. ഞാൻ ദേഷ്യപ്പെട്ടിരിക്കൊന്നുമല്ല. ദേ, അവൾക്ക് എന്റെ യഥാർത്ഥ സ്വഭാവം അറിയത്തില്ല. ഞാനൊരു SI ആണ്. എന്നെ കൊണ്ട് വെറുതെ പോലീസ് മുറ എടുപ്പിക്കരുതെന്ന് അവളോട് പറഞ്ഞേക്കും. അല്ല, നീ അവിവേകം ഒന്നും കാണിക്കരുത്. കാണിക്കും, ഈ ചിഹ്നം കാണിക്കും. അവിവേകം മാത്രമല്ല, ഞാൻ വേറെ പലതും കൂടെ കാണിക്കും. ഞാൻ ഇതുവരെ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മണിക്കുട്ടനാ നിന്റെ അടുത്ത് ചെയ്ത് തെറ്റാണ്. പക്ഷെ ആ ദേഷ്യം നീ ആ പാവം ചേച്ചിയെടുത്ത് കാണിക്കണോ? അയ്യോ പാവം ചേച്ചി, ഓൻ കണ്ടാലേ മതി ഒറ്റ കുത്തു വെച്ചു കൊടുക്കാൻ തോന്നും. മക്കളെ മക്കളെ, എന്ത് പ്രശ്നം ഇവിടെ? കംപ്ലീറ്റ് പ്രശ്നമാണ് വെച്ചാ. ആ ചേച്ചിയെ ചിന്നുവിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓ, അവളുടെ ഒരു നോട്ടം വർത്താനം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. ശരി, ചിന്നു ആള് പാവാ. ഇടക്കിടക്ക് ചാടിക്കടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നേ ഉള്ളു. മാമിക്ക് അപ്പച്ചി ഇഷ്ടമല്ലല്ലേ? പക്ഷെ അപ്പച്ചിക്ക് മാമി നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? അപ്പച്ചി പറഞ്ഞു. ആണോ? ആണെന്ന് ശ്രീകുട്ടി എന്തിനു പറഞ്ഞെന്ന് നിനക്കറിയാമോ? വല്ല കുറ്റമായിരിക്കും. അല്ലെന്ന്, നിന്നെ പോലെ സൗന്ദര്യമുള്ള ഒരു കുട്ടി രാമന് കിട്ടൂലെന്നാണ് പറയുന്നത്. ശ്രീകുട്ടി ചേച്ചി അങ്ങനെ പറഞ്ഞ? ആ പറഞ്ഞെങ്കിൽ തന്നെ എന്തോ തെറ്റ്. ചിന്നുവിനെ പോലെ സൗന്ദര്യമുള്ള കുട്ടി ഈ പഞ്ചായത്ത് വേറെ ഇല്ല. വേറെ എന്തൊക്കെ പറഞ്ഞു? വേറെ അല്ല, പോലീസ് ജോലിയെ കുറിച്ച് ഒന്നും പറഞ്ഞു? പിന്നെ അതിനെപ്പറ്റി പറയാതിരിക്കൂ. എന്ത് പറഞ്ഞു? അത് അപ്പച്ചി പറയാണ്, മാമി കഷ്ടപ്പെട്ട് പഠിച്ചാണ് SA വരെ എത്തിയത്. മാമിയെ കണ്ട് എല്ലാരും പഠിക്കണമെന്ന്. സത്യം പറയാനുണ്ടല്ലോ, ശ്രീകു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് അല്ലേ? ഇത്രയൊക്കെ മതിപ്പൊട്ടായിട്ടാണ് ശ്രീകുട്ടി എന്നെ കാണുമ്പോ കളിയാക്കണത്. എന്റെ പൊന്ന് ചിന്നു, ഈ ശ്രീകുട്ടിയെ കാണുമ്പോഴേ കണ്ണുരുട്ടി പല്ലും കളിച്ചു നടക്കുന്ന ആരാണ്? അത് പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ. എന്നെ കണ്ണിന് മുമ്പ് കണ്ട കൊല്ലാൻ നിന്ന് ആരെങ്കിലും വന്ന് മിണ്ടാൻ പറ്റൂ? മക്കളെ നോക്ക്, ഉള്ളിന്റെ ഉള്ളിൽ അവക്ക് നിന്റെ അടുത്ത് വലിയ കാര്യമാണ്. അവൾക്ക് എന്നെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമാണെങ്കിൽ പിന്നെ കാണുമ്പോ ചാടിക്കടിക്കാൻ വരുന്ന എന്തിനാ? അയ്യോ, അത് മാമിയുടെ അടുത്തുള്ള ദേഷ്യമല്ല, ഈ മാമയുടെ അടുത്തുള്ള ദേഷ്യമാണ്. ശരിയാ, അവൾക്ക് എന്നോട് ദേഷ്യം കാണും. അവളോട് പറയാതല്ലേ നമ്മുടെ കല്യാണം നടത്തിയത്, അതിന്റെ ഒരു ദേഷ്യം അവൾക്ക് കാണും. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരും. തീരും. നീ വേണമെങ്കിൽ മണിക്കുട്ടിനെ കണ്ട് ചീത്ത വിളി, അപ്പൊ നിന്റെ ദേഷ്യം അങ്ങ് തീരുമല്ലേ? അതങ്ങനെ അവൾക്ക് ആരും ദേഷ്യം അവൾ എന്നെയല്ലേ ചീത്ത വിളിക്കണം. എന്നെ പറ്റി ഇത്രയും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മിണ്ടല്ലേ? പിന്നല്ലാതെ മക്കള് ചെന്ന് മിണ്ട്.
അങ്ങോട്ട് ഒന്നും മിണ്ടാവും ഞാൻ ഇല്ല, ഇങ്ങോട്ട് വന്നാ മിണ്ട. അതെ, നീ ചെന്ന് അവളോട് എന്തെങ്കിലും ഒരു സ്നേഹമായിട്ട് രണ്ട് വർത്താനം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. ഞാൻ അങ്ങോട്ട് മിണ്ടാനോ? ആ അതൊന്നും ശരിയാവത്തില്ല. മാമി, നമ്മൾ എങ്ങനെ നോക്കുകയാണെങ്കിലും പ്രശ്നം മാമന്റെ ഭാഗത്താണ്. ആണല്ലോ. ആ അല്ലേ? എന്നാ പോയി മിണ്ടല്ലേ? മിണ്ട. എന്നാ പിന്നെ മാക്കും കൂടെ വാ. വരാം വരാം വരാം. നീ എന്നാ നടന്നു. ആ അങ്ങോട്ടൊന്നും മിണ്ടൂല, ഇങ്ങോട്ട് വന്നാ മിണ്ട. മതിയടി, അത് മതി. നമ്മൾ അങ്ങോട്ട് വേണം. ഡേയ്, സംഭവം ഇല്ലാറ്റി കേട്ടാ. ആ സംഭവം ഏറ്റി വാ. ചിന്നു ഇരിക്ക്, ശ്രീകുട്ടി ഇരിക്ക്. തൊണ്ട എന്തൊരു പ്രശ്നം പോലെ. ആണോ? വെള്ളം വേണോ? ഇപ്പൊ എന്തെങ്കിലും നടക്കണ, ഒന്നീ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടി. മിണ്ടാച്ചി. നീ ഒന്ന് മിണ്ടിപ്പോകും, എല്ലാം ഇങ്ങനെ കാണാൻ. ഇന്ന് ഉച്ചക്ക് എന്താ കറി? ഉച്ചക്ക് മീൻ കറി. പച്ചക്കറി ഒന്നുമില്ലേ? ഓ, ഇവിടെ ആര് പച്ചക്കറിയൊക്കെ കൂട്ടാൻ? ശ്രീകുട്ടിക്ക് പച്ചക്കറി എന്തെങ്കിലും വേണോ? അല്ല, അത് ചിന്നുവിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ശ്രീകുട്ടിക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ചിന്നുവിന് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? ദേഷ്യം ആദ്യം തോന്നി, പക്ഷെ ഇപ്പോ പോയി. പോയോ? ഓ, സമാധാനായി. വിഷമായ? ചെറുതായിട്ട്. സോറി. സാരല്ല. തൊണ്ട ശരിയാവണില്ല. ആണോ? മരുന്ന് എന്തെങ്കിലും വേണോ? ഉണ്ടാ കയ്യില്? എൻ്റെ ഉണ്ട്. ഇതൊന്നും ജാഥ. ഇതെന്താ എല്ലാവരും കൂടെ? എല്ലാരും കൂടെ വീട് താമസിക്കുന്ന വീടല്ലേ, അതുകൊണ്ട് എല്ലാരും കൂടെ വരാൻ വിചാരിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് നടന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞലിയ, അതായത് ഈ ചിന്നുവിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളോടൊന്നും ഒരു ദേഷ്യമില്ല. അവളെന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു കഥയില്ലാത്ത കൊച്ചാ. കഥയില്ലാത്ത കൊച്ചു? ആര് പറഞ്ഞു എനിക്ക് കഥയില്ലെന്ന്? അല്ല, ഈ കഥയില്ലാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടി, നിന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല സത്യം. ചോദിച്ചില്ല. കഥയില്ലാത്തല്ലേ? അണ്ണ മിണ്ടല്ലേ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. ശ്രീകുട്ടി, വാ നമുക്ക് അപ്പുറത്തെ കഥയില്ലല്ലേ? അണ്ണാച്ചിരിക്കണ്ട, അണ്ണന്റെ കാര്യത്തിൽ തീരുമാനമായി. അല്ല, നിന്റെ കാര്യത്തിലും തീരുമാനമായി. എന്റെ കാര്യത്തിൽ പണ്ട തീരുമാനമാണ്, പക്ഷെ ഇപ്പൊ തീരുമാനമായത് അണ്ണനാണ്. എനിക്ക് എന്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം അവർക്ക് രണ്ടുപേർക്കും ഇല്ല, ഉറപ്പാ. പക്ഷെ അവർ രണ്ടുപേരും കൂടെ എടുക്കും. ആര്? ഗോപിയാസനോ? ഞാനോ? Yeah. ഒരിക്കലും ഇല്ല, അല്ലയോ മാമ? മാമ ഒരിക്കലും ഇല്ലേ? ഉണ്ട്. കാണും. കാണുമോ? ഏയ്, ഒന്നും കാണത്തില്ല.